അരി ഇവിടെ ഇരിപ്പുണ്ട്, കഞ്ഞി ഉപ്പിട്ട് കുടിക്കാം. അതെ, ഇതൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കില്ലേ. DDT പാർട്ടിക്ക് വേണ്ടി ഇഷ്ടംപോലെ നിരാഹാരം കിടന്ന ഒരു പ്രമുഖനാണ് ഈ ഞാൻ. നിരാഹാരത്തിന്റെ കാര്യമൊന്നും പറയണ്ട. കശുവണ്ടി ഫാക്ടറിയിൽ നിരാഹാരത്തിന് പോയിട്ട് 10 കിലോ കൂട്ടിയിട്ട് വന്ന മഹാനാണ് നിങ്ങൾ. അയ്യോ, അതെന്താണ് അത് പട്ടിണി കിടന്നപ്പം ഗ്യാസ് കയറിയപ്പോൾ വെയിറ്റ് കൂടി. ഗ്യാസിന് വെയിറ്റാ? പിന്നെ ഗ്യാസിന് വെയിറ്റ് ഇല്ലേടി, അടുക്കള ഇരിക്കണം സിലിണ്ടറിന് എഴുതിയിട്ടില്ലേ 14 കിലോ 24 കിലോ വെയിറ്റ് ഇല്ലേ, അതുപോലെ വെയിറ്റ് കൂടും. അങ്ങനെ വെയിറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ എന്റെ ക്ലീറ്റോൻ അറിയാം. പിന്നെ ഉടനെ ഇനി എന്നെ അതൊക്കെ പിടിച്ചോ? എന്ത് പിടിച്ചോന്ന്? രാത്രി മുഴുവൻ ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ നിരാഹാരം എന്ന് പറഞ്ഞ് പകല് മുഴുവൻ കിടന്ന് ഉറങ്ങും. അതല്ലേ ചെയ്യണത്? ഇതൊക്കെ നമ്മളോട് ശത്രുതയുള്ള പ്രതിപക്ഷക്കാർ പറയണതാണ്. നീ അതൊന്നും പറയല്ലേ മക്കളെ. ഞാനിനി ഇവിടെ എന്നാൽ ശരിയല്ല, ഞാനും പറഞ്ഞ അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ കൊച്ചിൻ്റെ കൂടെ പോട്ടടി, മാറങ്ങോട്ട് പോണ്ട. ഇപ്പൊ പോണ്ട. എന്ത് ഇപ്പൊ പോയത് പൊട്ടാ റെഡിയായി നിൽക്കണം ബോംബ. രാവിലെ പെണ്ണ് ചെറിയൊരു ആവശ്യമായിട്ട് വന്നേക്കണേ, ഞാൻ പറഞ്ഞ് നടക്കൂലെന്ന്. എന്താണടി കൊച്ചു വല്ലതും പറഞ്ഞത്? അത് എന്താ കാര്യം? എന്താണ്? കേക്ക് വേണോന്ന്. ഇപ്പൊ നിസാരം ഒരു കേക്കിന് അതിനെ പിണക്കിയത്. നിഷാര ഒരു കേക്കല്ല, ഒരു കേക്ക് മേടിച്ചു കൊടുക്കാമല്ലോ. പിന്നെന്താ ഇത്? അങ്ങനത്തെ കേക്കല്ല, എന്നിട്ട് പാത്രത്തിൽ ഇരിക്കുന്ന എന്താ പുതിയ ഫാഷനിലുള്ള ഒരു കേക്ക്. അത് നമുക്കൊരു കേക്ക് മേടിച്ച പാത്രത്തിൽ വെച്ച് അവളെ കാണിച്ചാൽ പോലെ. അങ്ങനെ ഞാനും വിചാരിച്ചത്, പാത്രത്തിൽ ഒരു കേക്ക് എടുത്ത് വെച്ച് കാണിച്ചാൽ മതിയല്ലോ. അതല്ല, എന്നതിന് എന്താണ്ട് ഒരു പേരുണ്ട്, അതെനിക്കറിയാൻ പാടില്ല. എന്നിട്ട് അത് മേടിച്ചിട്ട് ഇവക്ക് മറ്റേ ഇവള് എപ്പോഴും കാണുന്നുണ്ടല്ലോ ഒരു സാധനം, ഇൻസ്റ്റാഗ്രാമിൽ അതിന് എടുത്ത് ഫോട്ടോ ഇടണം. അതിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോ ഇടണം പോലും. ഭയങ്കര വില ക്ലീറ്റൊക്കെ. നമുക്കത് ഭ്രാന്ത്. 700 രൂപ ഒരു കേക്കിന്, ഇച്ചിരി പോണുള്ള കേക്കിന്. 700 കേക്കാ? അതല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ മേടിച്ചു കൊടുക്കൂലേ? 100 രൂപ 150 രൂപ. ഞാൻ പറഞ്ഞു 700 രൂപയ്ക്ക് കേക്കിന്റെ ഫോട്ടോ ഒന്നും എടുത്ത് മോൾ ഇടണ്ടാന്ന്. അത് ഇവിടെ സാധനങ്ങൾ മേടിക്കാനുള്ള. അതിങ്ങനെ വിഷമിച്ച് പോകണ കാണുമ്പോൾ എങ്ങനെ എനിക്കങ്ങോട്ട് പിന്നെ എന്ത് പോയ എന്നത് പരിപാടിയല്ല. എന്നാ പിന്നെ പൈസ ഉണ്ടോ ക്ലീറ്റോന്റെ? അവള് വിഷമിക്കണത് എനിക്കും വിഷമമുണ്ട്. അവളങ്ങനെ എപ്പോഴും ഒന്നും ആവശ്യങ്ങൾ പറയണില്ലല്ലോ, വല്ലപ്പോഴും ഇതുപോലെ പറയണല്ലേ ഉള്ളൂ. സാധിച്ചു കൊടുത്തൂടെ? എങ്ങനെ മേടിക്കാനാ ക്ലീറ്റോ? നമുക്കൊരു കാര്യം ചെയ്യാം, കുടുംബ ബഡ്ജറ്റ് ഇപ്രാവശ്യം കുറയ്ക്കാം. എന്നിട്ട് കുറച്ച് പൈസ കേക്കിലേക്ക് അങ്ങ് മാറ്റാം. അപ്പം എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ നീ പറ. അങ്ങനെയാണെങ്കിൽ ഉഴുന്ന്, പഞ്ചസാര, ചായപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, മല്ലി. ഇതന്നെയല്ലേ ആദ്യം പറഞ്ഞ ലിസ്റ്റ്? പച്ചരി ഞാൻ മാറ്റിയില്ലേ? ഓ, എല്ലാം നോക്കാം. ആദ്യം കേക്ക് മേടിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. എന്നാ ക്ലീറ്റോ ഒരുപാട് വൈകാതെ അവള് സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പ് വാ. അപ്പൊ നമുക്ക് അവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. തുറന്ന മലത്തിയും കൂടെ കൊണ്ടുവരരുത്, ഒളിപ്പിച്ചു കൊണ്ടുവരണം. ഇപ്പം വിഷമിച്ചു പോകണമെങ്കിൽ എനിക്ക് വിഷമം അതല്ലേ.